നമസ്തേ. മോദിക്ക് പകരം വെക്കാൻ വേറൊരാളില്ല. മുഷിഞ്ഞ വസ്ത്രത്തിലോ തെറ്റായ ഹെയർ സ്റ്റൈലിലോ ആശയക്കുഴപ്പത്തിലായ മാനസികാവസ്ഥയിലോ നിങ്ങൾക്ക് ഒരിക്കലും മോദിയെ കാണാൻ സാധിക്കില്ല. ശരീരഭാഷ ആജ്ഞാശക്തിയുടേതാണ്. നടത്തം പൗരുഷമുള്ളതാണ്. കാവിയെടുക്കുമ്പോൾ ഒരു സന്യാസിയെ പോലെയും കച്ചവടത്തിൽ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു തികഞ്ഞ ബിസിനസ്സുകാരനെയും സൈനിക വേഷത്തിൽ ഒരു പട്ടാളക്കാരനെയും സാധാരണ ദൈനംദിന വസ്ത്രത്തിൽ ഒരു ശക്തനായ ഭരണാധികാരിയെയും പോലെയുമാണ്. ദേശസ്നേഹം അദ്ദേഹത്തിന്റെ ശ്വാസമാണ്. അച്ചടക്കം അദ്ദേഹത്തിന്റെ രക്തത്തിലാണ്. മറ്റ് ലോക നേതാക്കളുടെ ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം അനിഷേധനായി കാണപ്പെടുന്നു. മറ്റുള്ളവരെല്ലാം വളരെ ചെറുതായി കാണപ്പെടുന്നു. പണ്ട് അസാധ്യമെന്ന് തോന്നിയിരുന്ന നിരവധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മോദിയുടെ കാലത്ത് നിറവേറ്റപ്പെട്ടു. ആർട്ടിക്കിൾ 370 എടുത്തുകളയൽ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഡിജിറ്റൽ പണമിടപാടുകളിൽ വന്ന അസാധാരണമായ വളർച്ച, ദേശീയ പാതകളുടെ നിർമ്മാണം, GDP-യിലുള്ള വളർച്ച, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിവ അവയിൽ ചിലത് മാത്രം. ഇത്രയും ഉയർന്ന പദവിയിലാണെങ്കിൽ പോലും ബന്ധുക്കളെ ആരെയും കൂടെ കൂട്ടുന്നില്ല. അവർക്കു വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നില്ല. 2001 മുതൽ ഇന്നുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല. രോഗം ബാധിച്ച് കിടപ്പിലായിട്ടില്ല. എത്ര സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം. അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ അടുത്ത അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത കുറയും. ആ തന്ത്രം പുറത്തു പറഞ്ഞാൽ എന്തുമാത്രം മൈലേജ് കിട്ടുമെന്നറിയാമായിരുന്നിട്ടും ഇന്നുവരെ അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് 4 പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. ഇന്നുവരെ മോദി ആരും ക്ഷീണിതനായി കണ്ടിട്ടില്ല. എപ്പോഴും പ്രസന്നനും നർമ്മബോധമുള്ളവനും വിനയാതീതനുമായി കാണപ്പെടുന്നു. ഒരിക്കൽ പോലും ഗർവ് കാണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം മൂർച്ചയുള്ളതും സമാനതകളില്ലാത്തതുമാണ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഒഴുക്ക്, ചിന്തയുടെ വ്യക്തത, സംസാരത്തിലെ ഉച്ചാരണം എന്നിവയെല്ലാം അനധി സാധാരണമാണ്. രാഷ്ട്രീയ എതിരാളികളുടെ ഗിമ്മിക്കുകളും വെല്ലുവിളികളും അദ്ദേഹം ഒരിക്കലും ഭയപ്പെടുന്നില്ല. എതിരാളികളുടെ വിഡ്ഢിത്തരങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകാൻ സമയം കളയുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ കർത്തവ്യങ്ങൾ സമർത്ഥമായി നിറവേറ്റുന്നു. ആരോഗ്യം, പാരമ്പര്യം, സത്യസന്ധത എന്നീ 3 ഗുണങ്ങളുടെ സംയോജനമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൗശലവും അർപ്പണബോധവും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ മഹത്വം ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായ വിശ്വാസത്തിന്റെയും ഉപാസനയുടെയും ഫലമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആരെയും ഹിപ്നോട്ടൈസ് ചെയ്യാനും വരുതിക്ക് നിർത്താനും പ്രാപ്തമാണ്. മോദിക്ക് ആശയക്കുഴപ്പമോ ഭയമോ സ്വാർത്ഥതയോ ഇല്ല. 75-ാം വയസ്സിൽ പോലും ഈ മനുഷ്യൻ ഒരു ദിവസം 18 മുതൽ 21 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. മോദി കോട്ടുവായിടുന്നത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ഇത്രയും കഴിവുകൾ മോദിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സംശയം വേണ്ട, ഹൈന്ദവമായ ഉപാസനയിൽ നിന്ന് തന്നെയാണ്. മോദി തന്റെ 17-ാം വയസ്സിൽ ഹിമാലയത്തിൽ സന്യസിക്കാൻ പോയ ആളാണ്. ഗുരുവിന്റെ ഉപദേശപ്രകാരം രാജ്യത്തിനെ സേവിക്കാൻ വേണ്ടി തിരികെ വന്ന് RSSൽ ചേർന്നതാണ്. അദ്ദേഹം നിത്യവും യോഗയും പ്രാണായാമവും ധ്യാനവും ചെയ്യുന്നുണ്ട്. അയാൾ അടുത്തിടെ ഹിമാലയത്തിൽ വെച്ച് ചാണക്യനെ കണ്ടതായി പറയുന്നു. ഭാരതത്തിന് ഇന്ന് എന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ താൻ തിരികെ വന്നതാണ് എന്ന് ചാണക്യൻ പറഞ്ഞതായി അയാൾ പറയുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മഹാസന്യാസിയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോഗീശ്വരന്മാർക്ക് തങ്ങളുടെ ശരീരത്തിനെ ക്രിയയോഗയിലൂടെ ഇഷ്ടമുള്ളിടത്തോളം കാലം പ്രാണശരീരം ഇവിടെ നിലനിർത്തുവാനും മറ്റുള്ളവരുടെ ശരീരത്തിലും മനസ്സിലും പരകായ പ്രവേശനം ചെയ്യുവാനും കഴിയും എന്ന് കേട്ടറിവുണ്ട്. ഭാരതത്തിനെ പരമവൈഭവത്തിലെത്തുന്നത് സ്വപ്നം കണ്ട് മൺമറഞ്ഞു പോയ ഋഷിമാർ മോദിയിലേക്ക് പരകായ പ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അല്ലാതെ ഒരു സാധാരണ മനുഷ്യന് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ല.